ശ്രീമതി കെ കെ ശൈലജ വീണ്ടും ഒരു നിപ്പ മരണം സ്ഥിരീകരിക്കുകയാണ്. ഒരു 6 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വൈറസ്, നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വൈറസ് വീണ്ടും വരുന്നു. ഒരു 14 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമാകുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ വേണം ആരോഗ്യവകുപ്പും നമ്മുടെ കേരളീയ പൊതുസമൂഹവും നേരിടേണ്ടത്? നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ്. ആരോഗ്യവകുപ്പ് നല്ല ജാഗ്രതയോടെ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതില് ഈ വൈറസ് ഒരു തവണ വന്നയിടത്ത് തുടർച്ചയായിട്ട് വരാറുണ്ട്. പലയിടത്തും ലോകത്തിന്റെ പല ഭാഗത്തും ഒരു 5-6 ഇടത്തെ ആകെ ഇത് വന്നിട്ടുള്ളൂ. നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഭയപ്പെടേണ്ടതില്ല. ഒരു കുട്ടി മരിച്ചുപോയി എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയായി. കാരണം 10-14 വയസ്സുള്ളൊരു കുട്ടിയാണ്. പക്ഷെ നന്നായിട്ട് ആരോഗ്യവകുപ്പ് ഇടപെട്ടിരുന്നു. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ സമ്പർക്ക ലിസ്റ്റ്, അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു, സമ്പർക്ക ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. അത് കൃത്യമായിട്ട് തയ്യാറാക്കുക, എവിടെയൊക്കെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് കോണ്ടാക്റ്റും സെക്കൻഡ് കോണ്ടാക്ട് ലിസ്റ്റും തയ്യാറാക്കി കഴിഞ്ഞാൽ അവരെ ക്വാറന്റൈൻ ചെയ്തുകൊണ്ട് ശക്തമായ നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാ ആശുപത്രികളിലും പനി ബാധിച്ച് പ്രത്യേക ലക്ഷണങ്ങളോടുകൂടി, നിപ്പയുടേതാകുമ്പോൾ കുറച്ചും കൂടി വിഗ്രസ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുക. അങ്ങനെ വരുന്ന കേസ് കണ്ടെത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആരോഗ്യ വകുപ്പിലെ എല്ലാവർക്കും നൽകേണ്ടതായിട്ടുണ്ട്. സാധാരണ എല്ലാ വർഷവും ഒരു മോക്ക് ഡ്രിൽ നടത്താൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ നടത്തുമ്പോഴാണ് ഈ കേസുകൾ പുതുതായിട്ട് വരുന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഏതായാലും ഇത് ആദ്യത്തെ കേസിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള ആർക്കും വരാതിരിക്കാനുള്ള പരിശ്രമം എല്ലാവരും കൂടി ചേർന്ന് നടത്തുക. വല്ലാതെ ഭയപ്പെട്ട് പാനിക്കായി അസ്വസ്ഥരാവേണ്ടതില്ല. പക്ഷെ നല്ല ജാഗ്രതയോടുകൂടി ചെറിയ പനിയായാലും ആശുപത്രിയിൽ കാണിക്കുക. രോഗലക്ഷണങ്ങളുള്ളവരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക. അത് മറച്ചു വെക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ 2018 അതിനുശേഷം 6 വർഷം പിന്നിടുന്നതിനിടയിൽ 19 വന്നു, 21, 23 നിപ്പ ബാധ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. നമുക്ക് ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തൊരു പ്രതിസന്ധി ഉണ്ടെന്ന് രാവിലെ ഒരു ദിനപത്രത്തിന്റെ റിപ്പോർട്ടിൽ ഞാൻ വായിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? നമ്മൾ കൃത്യമായി ഈ ഒരു അനുഭവം ഉണ്ടായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യാത്തൊരു സ്ഥിതി ഉണ്ടോ? അങ്ങനെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൽ ആദ്യം 2018 ഉണ്ടായപ്പോ തന്നെ നമ്മൾ അതിന്റെ ഉറവിടം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളെന്ന് വെച്ചാൽ കേരളം മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള NCDC-യുടെയും മറ്റും വിദഗ്ധർ ഇവിടെ വന്നിരുന്നു. അവരെല്ലാം കൂടിയാണ് അന്ന് സാധാരണഗതിയിൽ ലോകത്തിന്റെ പല ഭാഗത്തും വന്നപ്പോൾ, സിലിഗുരിയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലൊക്കെ വന്നപ്പോ ഇത് അവരൊരു നല്ല പരിശോധന നടത്തിയിരുന്നു. ഇപ്പം ഇതില് മലേഷ്യയിലാണ് ആദ്യം തന്നെ വന്നത്. മലേഷ്യയിലെ സുംഗായ് നിപ്പ നദിക്കരയിലാണ് വന്നത്. അപ്പൊ ആദ്യം ഇത് മനസ്സിലാവാതെ പന്നികളിൽ നിന്നാണ് വരുന്നത് എന്ന് കരുതി കൂട്ടത്തോടെ പന്നി ഫാമുകൾ, പന്നികളിലേക്ക് വരാം ഇതിനൊന്ന്, പക്ഷെ കൂട്ടത്തോടെ പന്നികളെ കൊന്നൊടുക്കിയിരുന്നു. പക്ഷെ പന്നികളിൽ നിന്നല്ല എന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുതരം ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്, അതായത് പഴന്തീനി വവ്വാലുകളാണ് ഇതിന്റെ കാരിയേഴ്സ് മനസ്സിലായത്. അത് നമ്മൾ ഇവിടെയും പരിശോധിച്ചു. അത്തരത്തിലുള്ള വവ്വാലുകളെ പിടിച്ച് അതിനെ വെറ്റിനറി വിഭാഗവും അതുപോലെ ആരോഗ്യവകുപ്പും എല്ലാം കൂടി ചേർന്നിട്ടാണ് അത് അയച്ച് പരിശോധിച്ചു. ഡൽഹിയിൽ നിന്ന് തന്നെ സ്ഥിരീകരണം വന്നു. നമ്മൾ കൊടുത്തയച്ച സാമ്പിളുകളിൽ വവ്വാലുകളിൽ കുറെ എണ്ണത്തിൽ നിപ്പ വൈറസിന്റെ ആധിക്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വൈറസ് ഇതിലുണ്ട്, ബാറ്റ്സിൽ നാച്ചുറൽ കാരിയേഴ്സ് ആണ്. സാധാരണഗതിയിൽ അത് മറ്റു ജീവികൾക്കും വവ്വാലിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഈ വവ്വാലുകൾ എക്സൈറ്റഡ് ആകുമ്പോഴോ ഉപദ്രവിക്കപ്പെടുമ്പോഴോ ഒക്കെ ചില വവ്വാലുകളുടെ ശരീരത്തിൽ ഇത് പെരുകാനിടയുണ്ട്. അങ്ങനെ പെരുകുമ്പോൾ പുറത്തേക്ക് വമിപ്പിക്കുന്ന അതിന്റെ സ്രവത്തിൽ നിന്നൊക്കെയാണ്, എക്സ്ക്രീറ്റ് ആയാലും അതുപോലെ സലൈവ ആയാലും അതിൻ്റെ അകത്തു നിന്നൊക്കെയാണ് പകരുന്നതെന്നാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി പരിശോധിച്ച് പറയുന്നതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഏറെക്കുറെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ ആവാം ഇതും വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ആളുകള് മരണപ്പെട്ടു പോകുമ്പോൾ നമുക്കറിയില്ല എവിടെയാണ് അവര് പെരുമാറിയിരുന്ന സ്ഥലം, മറ്റേ വവ്വാല് ഉപയോഗിച്ചിരുന്നോ, പഴങ്ങളോ മറ്റോ വവ്വാല് കടിച്ചത് എടുത്തിരുന്നോ, അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കണ്ടുപിടിച്ചിട്ടുള്ളിടത്തോളം ഈ പഴന്തീനി വവ്വാലുകളാണ് ഈ നിപ്പ വൈറസിന്റെ വാഹകർ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇതും അങ്ങനെ വരാൻ തന്നെയാണ് സാധ്യത. അന്ന് വവ്വാലുകളിൽ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അവിടെ പിന്നെ ഒരു സംശയം ഉദിക്കുന്നില്ല. വവ്വാല് തന്നെയാണ്
പിന്നെ അത് പരത്തിയത് എന്ന് നമുക്കും കരുതാവുന്നതാണ്. ഇപ്പോൾ ഈ എൻ്റെ മുമ്പിലുള്ള കണക്കനുസരിച്ച് ആ കണക്ക് ഔദ്യോഗികമാണ് എന്ന് കരുതുകയാണ്. 23 പേർക്ക് ജീവൻ നഷ്ടമായി, 6 പേരാണ് ഈ നിപ്പ വൈറസിനെ അതിജീവിച്ചത്. അതിൽ ഒരാൾക്ക് എവിടെ നിന്നാണ് രോഗം വന്നത് എന്ന കാര്യത്തിൽ അന്നേ വലിയ സംശയമുണ്ടായിരുന്നു. ഈ രോഗബാധിതരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം വരാം, പക്ഷേ ഒരാളെ ട്രേസ് ചെയ്യുമ്പോൾ അയാൾക്ക് അങ്ങനെ രോഗബാധിതരുമായി അടുത്ത സമ്പർക്കമുള്ളതായി കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞില്ല എന്നതാണ് ഞാൻ ആരോഗ്യവകുപ്പിൻ്റെ ആ മനസ്സിലാക്കുന്ന ഡേറ്റ വെച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഇതാ 14 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായി. അതിന് പിന്നാലെ അദ്ദേഹവുമായി നേരിട്ട് ഒരു തരത്തിലുള്ള സമ്പർക്കവും ഇല്ലാത്ത ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരം. അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകളിലേക്ക് എങ്ങനെ പോകണമെന്നാണ് അങ്ങയുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ കഴിയുക? നമുക്ക് കൂടുതൽ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ കണക്കുകൾ പലപ്പോഴും പല വിധത്തിലാണ് പല മീഡിയയിലും വരുന്നത്. യഥാർത്ഥത്തിൽ 2018 നമ്മൾ നിപ്പ കണ്ടുപിടിക്കുന്നത് സാബിത്ത് എന്ന് പറയുന്ന ആദ്യത്തെ കേസ് ആദ്യത്തെയാൾ മരിച്ചതിന് ശേഷം അത് ഇൻഡെക്സ് കേസാണ്. അത് നമ്മൾ അദ്ദേഹത്തിന്റെ സ്രവം നിപ്പക്ക് വേണ്ടി പരിശോധിക്കാൻ അയക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റു 3 പേർ അത്യാസന്ന നിലയിലായിട്ട് കണ്ടത്. അപ്പൊ അവരുടെ സ്രവമാണ് പിന്നെ നമ്മൾ അയച്ചത്, രണ്ടാമത്തെ ആളിൽ നിന്ന് പറയാം. അപ്പോൾ ആ സ്രവം നിപ്പ പോസിറ്റീവായി. പക്ഷെ ഒരു കുടുംബത്തിലെ ഒരേ ലക്ഷണത്തോടു കൂടി മരിച്ച ഒരാൾ എന്നുള്ള നിലയിൽ സാബിത്തിന്റെ മരണവും നമ്മൾ നിപ്പ വൈറസ് ബാധയാലുള്ളതാണ് എന്ന് കണക്കാക്കുകയാണ് ചെയ്തത്. നിപ്പയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം 18 പേർക്കാണ് വന്നത്. അതിൽ 16 പേർ മരണപ്പെട്ടു. അത് ആദ്യം തന്നെ നമ്മളിത് പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് പകർന്നതാണ്. 2 പേരാണ് രക്ഷപ്പെട്ടത്. 2 പേരാണെന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ബാക്കി എല്ലാവരും മരിച്ചു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ ഈ സാബിത്തിന് കൂടി പിന്നെ നിപ്പ കേസായിട്ട് തന്നെ കണക്കാക്കുകയാണ്. കാരണം അതിന്റെ പിന്നെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും, കാരണം ആ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണല്ലോ സാബിത്ത് മരിച്ചത്. അങ്ങനെ പറയുമ്പോൾ 19 കേസും 17 മരണമായിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ റിസർച്ചൊക്കെ ചെയ്യുന്നവര് ഈ സാബിത്തിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് രോഗലക്ഷണങ്ങളോടുകൂടി മരിച്ച ചിലരുടെ മരണം കൂടി ഇതിൽ ചേർത്തിട്ട് 23 കേസ് ആകെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതാണ്. പക്ഷെ നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളത് ഔദ്യോഗിക കണക്കായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അങ്ങനെ കണക്ക് കൊടുക്കുന്ന രീതി. അതാണ് അതിൽ വ്യത്യാസമുള്ളത് കൊണ്ടല്ല, ഈ 2 തരത്തിലാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഇനിയിപ്പോ ഏതായാലും നമുക്ക് ഈ കേസ് പിന്നെ 2 വർഷം ഓരോ തവണയായിട്ട് വന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് പേഷ്യൻസിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു സമാധാനമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ വർഷം ഒരു കുട്ടിക്ക് വന്നു, മരണപ്പെട്ടു പോയി എന്നുള്ളത് ഖേദകരമാണ്. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പ് ആദ്യത്തെ കേസിൽ നിന്ന് തന്നെ അത് കണ്ടെത്തി. ഇനിയിപ്പം നമുക്ക് വേറൊന്നല്ല ചെയ്യാനുള്ളത്, ഇതിന്റെ കോണ്ടാക്ട് കുട്ടിയായിട്ട് ബന്ധമില്ലാത്തതാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ നമ്മൾ ഒരു വലിയ ശ്രമം നടത്തിയിട്ടാണ് നമുക്ക് അത്രയും കോണ്ടാക്ട് പിടികിട്ടിയിരുന്നത്. അപ്പോ പിന്നെ അതിനൊരു ഉദാഹരണം, കോഴിക്കോട് ആണ് ഈ സാബിത്തിന്റെ ഒക്കെ വീട് ഉണ്ടായിരുന്നത്. അവിടെയാണ് ആദ്യം മരണവും സംഭവിച്ചത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് മലപ്പുറത്ത് നിന്നൊരു കേസ് ഇതുപോലെ വന്നത്. അപ്പോ ഞങ്ങളന്ന് ഭയന്നു പോയിരുന്നു, മലപ്പുറത്ത് വേറെ ഒരു പിന്നെ സോഴ്സ് ഉണ്ടായോ എന്നുള്ളത് സംശയിച്ചിരുന്നു. പക്ഷേ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് അവസാനം മനസ്സിലായത് മലപ്പുറത്തെ ആ കേസ് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻഡെക്സ് കേസ് ആയിട്ടുള്ള സാബിത്ത് അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഇമേജിംഗ് സെന്ററിൽ വന്നിരുന്നു അവര് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ സ്രോതസ് ഒരിടത്താണ് എന്ന് പിന്നീട് മനസ്സിലാവുകയാണ് ചെയ്തത്. അതുപോലെ ഈ കുട്ടിയായിട്ട് അടുത്തില്ലെങ്കിലും അവരുടെ അന്വേഷിച്ചാൽ ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്രോതസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇനി അതല്ല, വ്യത്യസ്ത ഇടങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുന്നതും നമുക്ക് പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് വിശദമായിട്ട് ഈ ആരോഗ്യ വകുപ്പിലുള്ളവർ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ശരി, വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞതിന്. അങ്ങേ ടെലിഫോൺ ലഭിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. പാർട്ടി യോഗങ്ങളുടെ തിരക്കിലാണ് എന്നറിയാമെങ്കിലും ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പൊതുവിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പൊതുജനങ്ങൾക്കും ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ ആൾക്ക് രോഗലക്ഷണം മാത്രമാണ്, രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ഡോക്ടർ അൽത്താഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ. ഒപ്പം ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ അനിൽ SR നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ഡോക്ടർ അൽത്താഫിലേക്കാണ്. ഡോക്ടർ അൽത്താഫ്, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് പനിയാണ്, ഇന്ന് രാവിലെ ആയപ്പോൾ അച്ഛന് പനിയാണ്. മൾട്ടിപ്പിൾ ഇഷ്യൂസാണ്. ഈ ആളുകൾക്ക് പലവിധ രോഗങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഈ പനി കൂടി പടർന്നു പിടിക്കുമ്പോൾ വലിയ ആശങ്കയാണ്. ഏതൊക്കെ രോഗങ്ങളാണ് ഈ സീസണിൽ വരുന്നത്, അതിനനുസരിച്ച് എന്തൊക്കെ പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത്? സാധാരണ ഇന്ന് വ്യത്യസ്തമായ ഇപ്പോഴത്തെ കാലാവസ്ഥയിലും സാഹചര്യത്തിലും എന്ന നിലയിൽ ഡോക്ടർമാർക്കൊരു അവബോധവും ഒക്കെ നൽകിയിട്ടുണ്ടോ?
ഇപ്പോൾ നമ്മൾ അങ്ങ് പറയൂ, കേൾക്കാം. നമ്മൾ ഈ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിലെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് വരുന്ന പല ചെറിയ റെസ്പിറേറ്ററി ഇല്ലസസ് ആണ് കൂടുതലുമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടുപിടിച്ച പോലെ ഒരു നിപ ഔട്ട്ബ്രേക്ക് നമ്മുടെ ആരോഗ്യവകുപ്പ് അത് നല്ലപോലെ സ്ക്രീൻ ചെയ്യുകയും അതിൻ്റെ കോണ്ടാക്ട് ട്രേസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളിപ്പം ലോക്കലായിട്ടുള്ള കാരണങ്ങളാണ് അതിന് മുൻതൂക്കം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പം ഇത് നിപ്പ ഒരു റെസ്പിറേറ്ററി വൈറസോ ഒരു പനി വരുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. പക്ഷേ അതുകൊണ്ടൊരു ഭീകരതയുടെ അവസ്ഥ വരേണ്ട ഒരു ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ അൽത്താഫ്, നേരത്തെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിൽ ഡോക്ടർമാർ, അപ്പോൾ സ്വകാര്യ മേഖല ഡോക്ടർമാർ, അവർക്ക് പ്രത്യേക സാഹചര്യമാണല്ലോ ഈ നിപ്പയൊക്കെ വീണ്ടും വരുന്നു, ആവർത്തിച്ചു വരുന്നു. ഇത്തരത്തിൽ പുതിയ പുതിയ വൈറസ് വകഭേദങ്ങളൊക്കെ നമ്മൾ പരിചയിച്ചു വരുന്നൊരു ഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു 8-10 വർഷത്തിന് ഇടയിൽ, അല്ലെങ്കിൽ 10-15 വർഷത്തിലുള്ള ചിക്കൻ ഗുനിയ അടക്കം പലവിധ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നുപോയതാണ്. ഏത് തരത്തിലാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തമാകുന്നത്? പകർച്ചപ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഈ വർഷം മാത്രമല്ല നമ്മുടെ ഇവിടെ വ്യാപകമായിട്ട് പകർച്ചപ്പനി ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ആഗോളതലത്തിൽ തന്നെ വളരെയധികം പനി കേസുകൾ, പ്രത്യേകിച്ച് ഡെങ്കിപ്പനിയും ഒക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ വർഷമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ കേസുകൾ ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, 46 ലക്ഷം. ഈ വർഷം ഈ ആദ്യ 6 മാസം തന്നെ ഏതാണ്ട് 1 കോടി കേസുകൾ ഡെങ്കിപ്പനി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനമാണ് ഒരു പ്രധാന കാരണം. മറ്റു പല ഘടകങ്ങളുമുണ്ട്. നിപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ പകർച്ചപ്പനിയുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അത് നിപ്പ ഈ കഴിഞ്ഞ 1998 മലേഷ്യയിലെ നിപ്പ എന്ന ഗ്രാമത്തിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ അല്ല. അത് ആക്ച്വലി ആദ്യ ഘട്ടത്തിൽ അത് നിപ്പ പന്നിയിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്, പന്നി ഫാമിലെ തൊഴിലാളികൾക്ക്. അത് കഴിഞ്ഞിട്ട് അതിന് വകഭേദമുണ്ടായി, അത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രീതിയിലേക്ക്. അതിനുശേഷം അത് ആദ്യം ഉണ്ടായത് ബംഗാളിലെ സിലിഗുരി എന്നുള്ള ജില്ലയിലായിരുന്നു. പിന്നീട് 2001 പിന്നീട് ബംഗ്ലാദേശിലും ബംഗാളിലുമായിട്ട് നാദിയ ജില്ലയിലും മുസഫർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിരവധി പ്രാവശ്യം ഔട്ട്ബ്രേക്ക് ഉണ്ടായി. ഏതാണ്ട് 30ഓളം ഔട്ട്ബ്രേക്കുകൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. 1998 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 30ഓളം ഔട്ട്ബ്രേക്കുകളിൽ 700ഓളം കേസുകളും 400ഓളം മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ആരോഗ്യ മേഖല വിദഗ്ധരൊക്കെ ഇതേക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടുണ്ട്. മാതൃഭൂമി നേരത്തെ ഇങ്ങനെ ഒരു രോഗം ഒരുപക്ഷെ ഭാവിയിൽ വന്നേക്കാം എന്ന തരത്തിൽ അന്നത്തെ ഗവേഷണ ഫലങ്ങളും അന്ന് മറ്റിടങ്ങളിൽ കണ്ടെത്തിയതിനെ കുറിച്ചുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് പത്രത്തിൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഈ പകർച്ചപ്പനിയുടെ ഘട്ടത്തിൽ അത് വരുമ്പോൾ എല്ലാവരും സ്വയമായിട്ടൊരു പനിയുടെ വകഭേദം പോലെയല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കുക. സാധാരണ മനുഷ്യർ, ആരോഗ്യ മേഖലയിൽ വലിയ വൈദഗ്ധ്യമില്ലാത്ത ആളുകൾ, ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിലെ മാറ്റം ഇത്തരം അസുഖങ്ങളെ ക്ഷണിച്ചു വരുന്നത്? ഇത് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ മാത്രം പ്രശ്നമാണോ? എങ്ങനെയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും ഈ ഓരോ സീസൺ അനുസരിച്ച് അപ്ഡേറ്റഡ് ആകുന്നത്? അങ്ങനെ ഡോക്ടർമാർ അപ്ഡേറ്റഡ് ആകുന്നുണ്ടോ ഡോക്ടർ അൽത്താഫ്? തീർച്ചയായിട്ടും ഇത് ഏതൊരു ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുമ്പോഴും തീർച്ചയായിട്ടും ഡോക്ടർമാർ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഡോക്ടർമാരുടെ സംഘടനയായ IMA അതിന് നേതൃത്വം നൽകാറുണ്ട്. CME പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. ഗവൺമെന്റ് തന്നെ ആരോഗ്യ വകുപ്പ് നിരവധി പരിശീലന പരിപാടി നടത്താറുണ്ട്. അത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം മാത്രമല്ല, മറ്റ് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിനൊക്കെ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ ഒരു പ്രധാന കാരണമാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ആദ്യത്തെ നിപ്പ കേസ് തന്നെ എൽ നിനോ ഫിനോമിനെ തുടർന്നുണ്ടായ കാലാവസ്ഥ വ്യതിയാനവും അതോടൊപ്പം ഉണ്ടായ ബാറ്റ്സിന്റെ പോപ്പുലേഷൻ വലിയ തോതിൽ മൈഗ്രേറ്റ് ചെയ്യുകയും അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയും അങ്ങനെയായിരുന്നു അതിനൊരു തുടക്കം എന്ന് കരുതപ്പെടുന്നു. അതുപോലെ കേരളത്തിലും ബംഗാളിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഇതുപോലെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു കാരണമായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ ഇതിന് കാരണങ്ങളാണ്. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഔട്ട്ബ്രേക്ക് കോഴിക്കോട്, ഇപ്പം നമുക്ക് 5 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായി. ഈ ഓരോ ഔട്ട്ബ്രേക്കിലും ഒരു പ്രാവശ്യം ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ പ്രകൃതിയിൽ നിന്ന് നേരിട്ട്, അത് വവ്വാലിൽ നിന്നോ മറ്റേതെങ്കിലും ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റലിലൂടെയോ നേരിട്ട് രോഗം ബാധിക്കുന്നത്. ബാക്കി അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രീതിയാണുള്ളത്. ഈ ഉറവിടം നമ്മൾ കൃത്യമായി അസസ് ചെയ്തിട്ടുണ്ടോ? ഉറവിടം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അല്ല, അതിനെക്കുറിച്ചുള്ള ശ്രമങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്, പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കൺക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് വവ്വാലിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വന്നതെന്ന് പറയാം. അത് ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ടോ എന്നുള്ളത്, വേറെ ഏതെങ്കിലും വളർത്തു മൃഗങ്ങളിലൂടെയാണോ അത് മനുഷ്യരിലേക്ക് പറഞ്ഞത്, ഇപ്പൊ പന്നിയിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നതുപോലെ അതാണോ എന്നുള്ള പരിശോധിക്കേണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അനുമാനം
അത് പഴങ്ങൾ വവ്വാലോ മറ്റോ കടിച്ചതായിട്ടുള്ള പഴങ്ങൾ കഴിക്കുന്നവരിലേക്കാണ് ഇത് വരുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനം. അതായത് ഈ അനുമാനം എന്ന് പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയത എത്രത്തോളമാണ് ഡോക്ടർ? ഇപ്പോൾ ഈ വവ്വാലുകളിൽ നിന്നാണ് ഈ രോഗം പടരുന്നത് എന്ന് നമ്മളൊരു അനുമാനത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് അനുമാനം മാത്രമായി പോവില്ലേ? ശാസ്ത്രീയമായി നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആന്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ വവ്വാലുകളിൽ നിന്ന്, അങ്ങനെ അടക്കം നിരവധി പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഉറവിടം എവിടെയാണ്? എവിടെ നിന്നാണ് ഇത് പടരുന്നത്? എന്താണ് ഇതിന്റെ കൃത്യമായ റൂട്ട്? അക്കാര്യത്തിലേക്ക് നമ്മൾ വളരെ ശാസ്ത്രീയമായി ഇതുവരെ ഒരു എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഇല്ല, പക്ഷേ ശരിയായ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെന്ന് പറയാൻ കഴിയും. പക്ഷേ അത് കൃത്യമായിട്ട് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നമുക്കത് കുറച്ചുകൂടെ നിർവചിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം മറ്റ് ഇടങ്ങളിൽ നിപ്പ ബാധിച്ചത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ളത് നമുക്ക് റൂട്ട് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം മലേഷ്യയിലോ സിംഗപ്പൂരിലോ ബാധിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ബംഗാളിലോ ബാധിച്ചതോ ഒക്കെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പകർന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട് നമുക്ക്. ഇപ്പം ബംഗ്ലാദേശിലും ബംഗാളിലും ആണെങ്കിൽ ഈ ഡേറ്റ് പാം സാപ്പ് പനങ്ങൾ കഴിക്കുന്ന മനുഷ്യരിലാണ് ഇത് വരുന്നത്. പനങ്ങളിൽ വരുന്നത് പനയിൽ വന്നിരിക്കുന്ന വവ്വാലിന്റെ വിസർജ്യങ്ങളിലൂടെയാണ് പനങ്ങളിലേക്ക് പകരുന്നത്. അപ്പോൾ അതിനുള്ള കൃത്യമായ നമുക്ക് റൂട്ട് പറയാൻ കഴിയും. കേരളത്തിൽ പക്ഷെ അതെങ്ങനെയാണ് പകരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നിർവചിക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ള സാധ്യതകളാണ് മുന്നിൽ ഉള്ളത്. അത് ഒന്ന് വവ്വാലിൽ ഇതിന്റെ ആന്റിബോഡിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതും ഇത്തരം പ്രദേശങ്ങളിലെല്ലാം തന്നെ അതുണ്ടെന്നുള്ളതും, അതുപോലെ ഇത് പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലുകളാണെന്നുള്ളതും, അതുപോലെ തന്നെ ഈ പഴങ്ങളിൽ ഇതിന്റെ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള അനുമാനമാണ് നാം ഇപ്പോൾ പറയുന്നതിനെ കുറിച്ച്. തീർച്ചയായിട്ടും കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. ഇതിലിപ്പം വലിയൊരു പാനിക്കിന്റെ ആവശ്യം എന്തായാലും ഇല്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്രയും വർഷത്തിനിടെ 30 ഔട്ട്ബ്രേക്കുകളിൽ ആകെ 700 കേസുകൾ ഉണ്ടായിട്ടുള്ളൂ. അത് ഇപ്പൊ ഈ വർഷം തന്നെ 2 ഔട്ട്ബ്രേക്ക് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്, ഈ വർഷം തന്നെ. അപ്പം അത് ഓരോ ഔട്ട്ബ്രേക്കിൽ ഇപ്പൊ എല്ലാം കൂടെ 10 കേസോളം വന്നിട്ടുണ്ട് അതിൽ ആ രീതിയിലുള്ളത്. അപ്പം കേരളത്തിൽ ഇതുപോലെ വീണ്ടും ഇനി വന്നേക്കാം. പക്ഷേ അത് നമുക്ക് യഥാർത്ഥത്തിൽ കൃത്യമായുള്ള ഒരു കാരണം കണ്ടെത്തണം. അതിലൂടെ മാത്രമേ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഗ്രാമമേഖലയിലൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങയോ പേരയ്ക്കോ താഴെ വീണാൽ നമ്മളെടുത്ത് കഴിക്കും. നമ്മളൊക്കെ ചെറുതിൽ എല്ലാവരും ചെയ്തതാണ്. ഇപ്പോഴും കുട്ടികൾ അത് ചെയ്യുന്നുമുണ്ട്. ഈ നിപ്പ വന്നതിന് ശേഷമാണ് ഈ പക്ഷിയും മറ്റും കടിച്ച പേരയ്ക്കയും മാങ്ങയും ഒന്നും കഴിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ നിൽക്കുന്നതൊക്കെ ഇതൊക്കെ നല്ലതാണോ എന്ന തരത്തിലൊരു തോന്നൽ പോലും വന്നുപോയി. ശാസ്ത്രീയമായി പക്ഷേ ഇതുവരെയും നമുക്ക് എന്താണ് കാരണം നിപ്പയ്ക്ക്? ഈ പക്ഷികൾ തന്നെയാണോ, ഈ വവ്വാൽ തന്നെയാണോ നിപ്പയ്ക്ക് കാരണമായി മാറുന്നത് എന്ന കാര്യത്തിലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നൊരു പ്രശ്നമില്ലേ മറ്റിടങ്ങളിൽ? അല്ല, അക്കാര്യത്തിൽ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു, മറ്റ് സ്ഥലങ്ങളിലെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ അവരുടെ ആരോഗ്യ മേഖലയ്ക്ക് എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് മാത്രമാണോ ഈ പ്രതിസന്ധി, അതോ എല്ലായിടത്തും ഈ ഉറവിടത്തിന്റെ കാര്യത്തിൽ ഒരു പൂർണ്ണ ഉറപ്പില്ലാത്ത സ്ഥിതി ഉണ്ടോ? ഞാനത് നേരത്തെ തന്നെ പറഞ്ഞു. അതായത് മലേഷ്യയിലും സിംഗപ്പൂരിലും മനുഷ്യരിലേക്ക് ബാധിച്ചത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പന്നിയിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വന്നത്. അവിടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു. അതിന്റെ വകഭേദം 2001 സിലിഗുരിയിലാണ് ആദ്യമായിട്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കൂടെ പകരുന്ന രീതി ഉണ്ടായതും. അതുപോലെ അത് ആദ്യത്തെ കേസ് ഉണ്ടായിരിക്കുന്നത് മറ്റേ വവ്വാലിന്റെ വിസർജ്യങ്ങൾ കലർന്ന പനങ്ങളിൽ കഴിച്ച മനുഷ്യരിലാണ് അത് വന്നിട്ടുള്ളത്. സിലിഗുരിയിലും ആണെങ്കിലും പിന്നെ ബംഗ്ലാദേശിൽ പടർന്നപ്പോഴും ഒക്കെ തന്നെ. അപ്പൊ അതിനെല്ലാം കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാൻ ഏതാണ്ട് ലഭ്യമാണ് അതിന്റെ വിവരങ്ങൾ. അതേസമയം കേരളത്തിൽ നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ആരോഗ്യ സംവിധാനം മുഴുവൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ കോവിഡിന്റെ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ 70 കോടിയോളം കേസ് ഇപ്പൊ കഴിഞ്ഞ 4 വർഷത്തിനിടെ വന്നു കഴിഞ്ഞു. 70 ലക്ഷത്തോളം മരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ ഇന്നും കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല കോവിഡ് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് വന്നതെന്ന്. വവ്വാലിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വന്നതെന്നുള്ളത് പറയാം. അവിടെയും ഒരു അനുമാനം മാത്രമേ ഉള്ളൂ. അവിടെ കൃത്യമായിട്ട് നമുക്ക് ഇതുവരെയ്ക്കും നിർവചിക്കാൻ സാധിച്ചില്ല. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ബാധിച്ച വലിയൊരു ആഗോള പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പറയാം. വളരെ പോസിറ്റീവായി തന്നെയാണ് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതെങ്കിലും ഭാഗത്തെ വീഴ്ച എന്ന അർത്ഥത്തിലല്ല. പൊതുവിൽ പൊതുജനാരോഗ്യമാണല്ലോ, പൊതുജനമാകെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ പോയിന്റ്സ് ഒക്കെ പലയിടത്ത് കാണുന്ന പോയിന്റ്സ് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ അനിൽ, അവസാനമായി ഇപ്പോൾ പാർച്ചമണിയുടെ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. താങ്കൾ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പലയിടത്തും പ്രവർത്തിച്ച ആളാണ്. താങ്കൾക്ക് ഈ മേഖലയെക്കുറിച്ച് നന്നായി അറിയാം. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമ്മൾ വെൽ എക്യുപ്ഡ് ആണ് എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതിയാണോ ആരോഗ്യ മേഖലയിലും ഇപ്പോൾ പൊതുജനാരോഗ്യത്തിലും? തീർച്ചയായും. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എപ്പിഡമിക് നമ്മളൊരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ 4 പ്രാവശ്യം നമ്മൾ ഈ ഒരു എപ്പിഡമിക് നല്ലപോലെ ഹാൻഡിൽ ചെയ്യുകയും കോൺടാക്ട് ട്രേസ് ചെയ്യുകയും നമ്മളത് ലിമിറ്റ് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിപ്രാവശ്യം നമ്മുടെ ആരോഗ്യവകുപ്പ് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഭീകരാവസ്ഥയില്ല. ഇത് സത്യമാണ്. ആ കുട്ടി 14 വയസ്സ് കുട്ടി മരിച്ചുപോയി. അതിൽ ഭയങ്കര ഖേദമുണ്ട്. പക്ഷേ
ഇത് ഒരു ലോക്കലൈസ് ചെയ്ത് ഡോക്ടർ അൽത്താഫ് പറഞ്ഞ പോലെ ഇതൊരു സൂണോട്ടിക് ഡിസീസാണ്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലോട്ട് വരുന്നതാണ്. അത് കൃത്യമായിട്ട് എങ്ങനെ വരുമെന്ന് പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അത് ട്രേസ് ചെയ്തെടുക്കാനും അത് ഡോക്യുമെൻ്റ് ചെയ്യാനും വളരെ പാടാണ്. അത് എപ്പിസോഡിക്കായിട്ട് വരാം. കാര്യം പലപ്പോഴും ഇപ്പം നമ്മൾ ഈ ഫോറസ്റ്റൊക്കെ അതിക്രമിക്കുമ്പോഴും നമ്മൾ വൈൽഡ് ലൈഫിൽ പലതരത്തിലാണ് നമ്മൾ ഹ്യൂമൻ എൻക്രോച്ച്മെൻറ്റ് കാരണം വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അത് നേരത്തെ കണ്ടുപിടിക്കുക, അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരി, ഏതായാലും വിശദമായി തന്നെ ഇക്കാര്യത്തിലൊക്കെ പഠനങ്ങൾ അനിവാര്യമായി വരുന്നു എന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നതാണ്. അതേസമയം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യത്തെ ഏത് തരത്തിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും, ഏത് തരത്തിലാണ് അക്കാര്യത്തിലൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുക എന്നതൊക്കെ പൊതുജനത്തിന് സ്വാഭാവികമായും അറിയേണ്ടി വരും. വളരെ വിദഗ്ധമായ അഭിപ്രായങ്ങളാണ് ഇവർ രേഖപ്പെടുത്തപ്പെട്ടത്.